ഹായ് ഗ്യാസ്, ഇപ്പോൾ ഓൾറെഡി ഞാൻ എടുത്തിട്ടുള്ള ട്രേഡാണ്. റണ്ണിങ് ആണ്. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു OBSൻ്റെ ഇഷ്യൂ ഉണ്ട്. എന്താ അറിയില്ല, അപ്ഡേഷൻ ഇഷ്യൂ അറിയില്ല. അപ്പോൾ റീഇൻസ്റ്റാൾ ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ഒരു ട്രേഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ള റണ്ണിങ് കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ട്രേഡാണ്. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏഷ്യയുടെ ലോ ലെവലിൽ ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ട്രേഡിംഗ് വ്യൂയുടെ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്വീപ്പ് കാര്യങ്ങളൊന്നും കാണാനില്ല. പ്രോപ്പറിൽ അക്കൗണ്ട് ഓൾമോസ്റ്റ് സ്വീപ്പും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, ഇതൊരു OB അല്ല, ഇതൊരു CSD ആണ്. CSD നമുക്ക് മാർക്ക് ചെയ്യാം. ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കിട്ടി. അതിനുശേഷം ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഡൗൺ സൈഡിൽ ഈ ഒരു ലെവൽസിലേക്ക് വന്ന സമയത്ത് ഓർഡർ പ്ലേസ് ചെയ്തു. പക്ഷേ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നത് കുറച്ച് ജമ്പ് ചെയ്ത് അപ്പ് സൈഡ് പോയിട്ടായിരുന്നു എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് സ്പ്രെഡ് കൊടുത്തിട്ട് കുറച്ച് കൂടുതലായെന്ന് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് കുറച്ച് ജമ്പ് ചെയ്ത് അപ്പ് സൈഡിൽ ഈ ഒരു ലെവൽസിലായിരുന്നു എൻ്റെ പ്ലേസ് ആയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത സമയത്ത് എന്തോ സെർവറിൽ എന്തോ ഇഷ്യൂ ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ നല്ലൊരു റണ്ണ് കിട്ടി. ഞാൻ റിട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്രേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ശേഷം പ്രൈസ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു നെഗറ്റീവ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെവൽസിലേക്ക് പ്രൈസ് റണ്ണും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻസ് വന്നേക്കാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതൽ ഹൈ ആണ്. റീസൺസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. 1 hour ലെവൽസിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു റിജക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത് ഈ ഒരു മൈനസ് ഓർഡർ ബ്ലോക്ക് ലെവൽസ് എന്നാണ് അല്ലേ. അപ്പോൾ വീണ്ടും ഈ ഒരു ലെവൽസിലേക്ക് ഒരു റണ്ണ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നെഗറ്റിവിറ്റി, ഈ ഒരു ബെയറിഷ് ക്യാനിൽ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് റണ്ണാണ്. ആ റണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹവർലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസിലുള്ള സെൽ സൈഡ് ഓൾമോസ്റ്റ് എല്ലാം ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസിലുള്ള ലിക്വിഡിറ്റി മൊത്തം ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു റിട്രേസ്മെൻറ്റ് അപ്പ് സൈഡിലേക്ക് ആവശ്യമാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഎഫിഷ്യൻസി ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റിയും ഇവിടുന്ന് റിവേഴ്സ് ആണുള്ള പോസിബിലിറ്റിയും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ബയാസ് ഇന്ന് ബെയറിഷ് ആണ്. പക്ഷേ ഷോർട്ട് ടേം ആയിട്ടുള്ള ഈ ഒരു റിട്രേസ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡെയിലിയിൽ ഇപ്പോൾ നമുക്ക് പോയി കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബയാസും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിക്കണ്ടാം. കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈസ് അപ്പ് സൈഡിൽ കണ്ടിന്യൂഷൻ ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ ദിവസം നമുക്ക് ആ ഒരു ഡിസിഷൻസ് എല്ലാം നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വെക്കാൻ പറ്റുന്നതാണ്. എന്തായാലും നമുക്കൊരു അപ്പ് സൈഡിലൊരു റിട്രേസ്മെൻറ്റ് ഈ ഒരു OB വരെ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ SL അടിച്ചുകൊണ്ട് ഒരു റിട്രേസ്മെൻറ്റ് ഡൗൺ സൈഡിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, ഹവർലി ടൈം ഫ്രെയിം വളരെ സിമ്പിളായിട്ട് നോക്കി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ഏരിയാസിലെല്ലാം ലിക്വിഡിറ്റി പെൻഡിങ് ആയിട്ടുള്ള ഏരിയ ആണ്. നാളെ NFT ആണ്, മിക്കവാറും ഇത് ടേക്കൻ ഔട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്രോപ്പ് വന്നേക്കാം. ടേക്ക് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ എക്സിറ്റ് ചെയ്യാൻ മാറാൻ പറ്റില്ല. ഞാൻ ഈ ഒരു ഹൈ നോക്കുന്നുണ്ട്, ചിലപ്പോൾ നമുക്കിത് കിട്ടിയേക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റീസ് കാണാൻ പറ്റുന്നുണ്ട്. ഷോർട്ട് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും, SL ഇവിടെ ആയിരിക്കും, SL ഇവിടെ ആയിരിക്കും. നമുക്ക് എന്തായാലും ഈ ഒരു റേഞ്ചിലേക്കുള്ള റണ്ണെങ്കിലും നമുക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, ഈ ഒരു പ്ലസ് അത് കണക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. ഞാൻ BE ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഈവൻ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ഇത് ടച്ച് ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് സൈക്കിലേക്ക് വരുന്നുള്ളൂ. ബ്രേക്ക് ഈവനിലേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 1:1 മുകളിൽ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടുന്ന് ഹയർ ലെവലിലേക്ക് ഒരു പുഷാണ് കിട്ടേണ്ടത്. പക്ഷേ ഈസി ആയിട്ട് പുഷ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പുഷ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടാകുക. എന്ന് വെച്ചാൽ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ കൂടുതലായിട്ടും സെല്ലേഴ്സ് ആണ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെല്ലർ റിയാക്ഷൻ നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്നതാണ്. അതിന് ശേഷമായിരിക്കും ഒരു അപ്സൈഡ് മൊമെൻറ്റും കാണുന്നുണ്ടാകും. നമുക്ക് ഓൾമോസ്റ്റ് 1:2 ലെവൽസ് എല്ലാം വരുന്നത് ഈ ഒരു ലെവൽസിലാണ് 1:2 വരുന്നത്. അതായത് ഈ ഒരു വീക്കിൻ്റെ ഈ ഒരു ലെവൽസിലാണ് നമുക്ക് 1:2 ലെവൽസും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ സെയിം മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നലെ നമുക്ക് ലണ്ടനിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അവിടെ ഒരു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇന്നലെ നമുക്ക് ഈ ഒരു ബൈ സൈഡ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു ബൈ സൈഡിലേക്ക് കൂടി ടേക്കൻ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് റിട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. റിട്രേസ്മെൻറ്റ് വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവൽസിലേക്ക് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഇൻവേർഷനിലേക്ക് വരുന്ന സമയത്താണ്
പ്രൈസ് നമുക്ക് ഡ്രോപ്പും കാര്യങ്ങളും തന്നിട്ടുള്ളത്. ഈ ഒരു -IFEG ലെവൽസിലേക്ക് വന്നിട്ടാണ് നമുക്ക് ഡ്രോപ്പും കാര്യങ്ങളും തന്നിട്ടുള്ളത്. നമുക്ക് വീണ്ടും ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ട്രേഡ് കൺഫർമേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. MSS ആണ്. ഓക്കെ, പ്രൈസ് വീണ്ടും ഹയർ ലെവലിലേക്ക് വന്നു. നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ എടുത്തിട്ടുണ്ടാകുന്ന എൻട്രി എടുത്തുകൊണ്ട് സ്റ്റോപ്പ് ടൈറ്റായിട്ട് ഇങ്ങനെ ഹൈ വെക്കുക, കുറച്ച് ലെവലിലേക്ക് മാറ്റാറുണ്ട്. ശേഷം ടാർഗറ്റ് നമുക്ക് ഈ ലോ നമുക്ക് വെക്കാൻ ആവശ്യമില്ല. ഈ ഒരു വിക്കിന്റെ ഒരു സെന്റർ പോയിന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ എപ്പോഴും ഒരു ശേഷം ടാർഗറ്റും കാര്യങ്ങളും കുറച്ചധികം ട്രേഡിന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ആയിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഉള്ള കറണ്ട് ട്രേഡിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. എൻ്റെ OBS ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ റെക്കോർഡും കാര്യങ്ങളും ചെയ്തായിരുന്നു, പക്ഷേ സേവ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ട്രേഡിൻ്റെ കുറച്ചും കൂടി ലോജിക്കും കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ട്രേഡ് ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകുന്ന ഏരിയ ആണ്. ഇവിടെ സെല്ലേഴ്സ് വന്നു. അതേപോലെ തന്നെ ഈ ഒരു IFEG ഇത് വെറുതെ ഡ്രോ ചെയ്തില്ല, ഈ ഒരു ഏരിയയിലേക്ക് വന്നു. നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള ഒരു ക്വിക്കായുള്ള മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഹൈ ടേക്കിൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ലെവൽസിലേക്ക് ബ്രേക്ക് ഈവൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ട്രേഡ് മൊത്തം നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഹയർ ലെവലിലേക്ക് റണ്ണ് തന്നു. നമുക്ക് ഇവിടെ നോക്കില്ല, നമ്മൾ ഓൾമോസ്റ്റ് 1:2 പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ വെച്ചാൽ ഈ ഒരു വിക്കിൻ്റെ ലെവലായിരുന്നു. ഒരു 1:2 ലെവൽ അച്ചീവ് ആകുന്ന സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലെവലിലേക്ക് നല്ലൊരു പുഷ് കിട്ടലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹോൾഡ് ചെയ്തു, സൈഡിലേക്ക് പ്രൈസ് റണ്ണ് കിട്ടി. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവൽസിലേക്ക് നമ്മൾ ട്രെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 1:2 ലെവൽ ഓർഡറും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നമ്മുടെ ആ ഒരു ഓർഡേഴ്സും കാര്യങ്ങളും വീണ്ടും ടേക്കൻ ഔട്ട് ഡൗൺ സൈഡിലേക്ക് വന്ന് എടുക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1:2 ലെവലിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുഷ് കിട്ടലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏഷ്യയുടെ ഹൈ, ഈ ഒരു ബ്ലൂ ബോക്സിൻ്റെ ഹൈ ഉണ്ടോ, അതാണ് ഏഷ്യയുടെ ഹൈ. ആ ഒരു ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ അപ്സൈഡ് പോയിട്ട് ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിവേഴ്സലും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ക്യാപ്ചർ ചെയ്തു, ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇവിടെ ഇടാം, എവിടെ നിന്നാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്, എവിടെയാണ് എക്സിറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ദിവസം ഈ ഒരു രീതിയിലാണ് ക്ലോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, Forex ICT അഡ്വാൻസ്ഡ് ടെക്നിക്കൽ ട്രേഡിംഗ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 13 ദിവസത്തേക്ക് നമ്മളൊരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ട് 30 ഡേയ്സിലേക്കാണ് ഈ ഒരു ഓഫറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. 499 നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒരു 13 ദിവസം കൂടി ഉണ്ട് ഈ ഒരു കോഴ്സ് പർച്ചേസും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഹൈക്കും കാര്യങ്ങളും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് കരിക്കുലം നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പോലും, ഇൻ്റർമീഡിയറ്റ് ആണ്, ബാക്കിയുള്ള ഒരു അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്ന ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സ്ട്രാറ്റജി ആയാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സെഷനിലും കണ്ടുവരുന്ന സമയത്ത് തന്നെ അവർക്ക് ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ പിപ്പ് ആൻഡ് ലോഡ് സൈസ് തൊട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് തൊട്ട് ക്യാൻസിക്സ്, അതേപോലെ തന്നെ ടൈം ഫ്രെയിം, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ക്യാൻസിക്സ്, ട്രെൻഡ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ചാർട്ട് പാറ്റേൺസ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ ഒരു ICTയുടെ കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ടാകുക. ഇപ്പോൾ അത്യാവശ്യം അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ PDRS, അതേപോലെ തന്നെ ICTയുടെ ഇൻട്രൊഡക്ഷൻ തൊട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചു വരാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രോക്കർ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ, ട്രേഡ് ചെയ്യാം, അതേപോലെ നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഡൗൺ സൈഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോഴ്സിൻ്റെ പ്രൈസ് വേറൊരു പ്രൈസാണ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ താഴെ FXStock001 എന്ന് പറഞ്ഞിട്ടൊരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കൂപ്പൺ കോഡ് കൂടി അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 499 കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ.